ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ IPL-ന് ഇന്നത്തോടുകൂടി വിരാമമാവുകയാണ്. കലാശ പോരാട്ടത്തിൽ RCBയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 അഹമ്മദാബാദിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക. ആര് വിജയിച്ചാലും ഒരു പുതിയ ജേതാക്കളെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത്തവണ ലഭിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും RCBയുടെ ആരാധകർക്ക് അറിയേണ്ട ഒരു അപ്ഡേറ്റ്, അത് ടിം ഡേവിഡുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ RCBയുടെ ക്യാപ്റ്റനായ രജത് പട്ടിദാറിനോട് ടിം ഡേവിഡിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അദ്ദേഹം കളിക്കുമോ, അദ്ദേഹത്തിന്റെ പരിക്ക് എങ്ങനെയുണ്ട് എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഇതുവരെ യാതൊരുവിധ അപ്ഡേറ്റുകളും ഇല്ല എന്നാണ് രജത് പട്ടിദാർ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർമാർ അദ്ദേഹത്തെ ഒന്നുകൂടി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാവുക എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ടിം ഡേവിഡിന്റെ കാര്യത്തിൽ സംശയമാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് RCB തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ RCBയുടെ ഒരു പ്ലേയിങ് 11 എങ്ങനെയാവും? cricket.com അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. പിന്നീട് മായങ്ക് അഗർവാൾ, രജത് പട്ടിദാർ എന്നിവർ വരുന്നു. ലിയാം ലിവിങ്സ്റ്റൺ അവിടെയുണ്ട്. ജിതേഷ് ശർമ്മയുണ്ട്. റൊമാരിയോ ഷെഫേർഡ് ഉണ്ട്. കൃണാൽ പാണ്ഡ്യയുണ്ട്. ഭുവനേശ്വർ കുമാർ ഉണ്ട്. യശ് ദയാൽ, ജോഷ് ഹേസൽവുഡ് എന്നിവർ വരുന്നു. ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് സുയാഷ് ശർമ്മയെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ടിം ഡേവിഡിനെ ഈ ഒരു 11-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി PBKസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. പ്രിയാൻഷ് ആരെയും പ്രഭസിമ്രാൻ സിംഗുമാണ് ഓപ്പൺ ചെയ്യുക. പിന്നീട് ജോഷ് ഇംഗ്ലീഷ് വരുന്നു. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അവിടെയുണ്ട്. നെഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, അസ്മത്തുള്ള ഒമർസായി, അർഷദീപ് സിംഗ്, കെയിൽ ജാമിസൺ, വൈശാഖ് വിജയ് കുമാർ. ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് യുസ്വേന്ദ്ര ചഹലാണ് വരിക. ഇങ്ങനെയാണ് രണ്ട് ടീമുകളുടെയും ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ശക്തമായ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായിരിക്കും ഇത്. വിജയം ആർക്കൊപ്പമായിരിക്കും എന്നുള്ളത് ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മത്സരമാണ് ഇന്ന് ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.